മദ്യലഹരിയിൽ യൂട്യൂബ് വീഡിയോ നോക്കി ശസ്ത്രക്രിയ ചെയ്തതിനെ തുടർന്ന് യുവതി മരിച്ചതായി പരാതി. ഉത്തർപ്രദേശിലെ ബാരാബങ്കയിലാണ് സംഭവം. തേബഹാദൂർ റാവുത്തിന്റെ ഭാര്യ മുനിഷ്ര റാവത്താണ് മരിച്ചത്. വൃക്കയിലെ കല്ലുമായി ബന്ധപ്പെട്ട വേദനയെ തുടർന്നാണ് മുനിഷ്രയെ ശ്രീ ദാമോദർ ഔഷധാലയത്തിൽ എത്തിച്ചതെന്ന് പറയപ്പെടുന്നു. ക്ലിനിക് നടത്തിയിരുന്ന ജ്ഞാൻപ്രകാശ് മിശ്ര വേദന മാറ്റുന്നതിലേക്കായി ശസ്ത്രക്രിയ ശുപാർശ ചെയ്തു. ശസ്ത്രക്രിയയ്ക്കായി 25,000 രൂപയും ആവശ്യപ്പെട്ടു. 20,000 രൂപ അടച്ച ശേഷമാണ് ശസ്ത്രക്രിയ ആരംഭിച്ചത് എന്ന് റാവുത്ത് പറയുന്നു. എന്നാൽ മിശ്ര മദ്യലഹരിയിലാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിയത് എന്നും യൂട്യൂബ് നോക്കിയാണ് ശസ്ത്രക്രിയ നടത്തിയത് എന്നുമാണ് റാവുത്തിന്റെ പരാതി. മുനിശ്രയുടെ വയറിൽ മിശ്ര ആഴത്തിൽ മുറിവുണ്ടാക്കിയിരുന്നു. ശസ്ത്രക്രിയയ്ക്കിടെയുണ്ടായ അമിതമായ രക്തസ്രാവമാണ് യുവതിയുടെ മരണത്തിന് കാരണമായത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ഉത്തർപ്രദേശിലെ ബാരാബങ്കയിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ക്ലിനിക്കിലെ ഉടമയും മരുമകനും ചേർന്നാണ് യുവതിക്ക് യൂട്യൂബ് നോക്കി ശസ്ത്രക്രിയ നടത്തിയത്. മതിയായ അംഗീകാരമില്ലാതെയാണ് ഇരുവരും ക്ലിനിക്ക് നടത്തിയിരുന്നത് എന്ന് പോലീസും പറയുന്നുണ്ട്. തേബഹദൂർ റാവുത്തിന്റെ ഭാര്യയായ മുനിഷ്ര റാവുത്തിന് മൂത്രത്തിൽ കല്ലുമായി ബന്ധപ്പെട്ട അസുഖമാണ് ഉണ്ടായിരുന്നത്. ഡിസംബർ 5-ന് ഭർത്താവ് ഇവരെ കോത്തിയിലുള്ള ശ്രീ ദാമോദർ ഔഷധാലയത്തിൽ എത്തിച്ചു. വയറുവേദനയെ തുടർന്ന് കല്ലുകളാണ് എന്ന് പറഞ്ഞ് ക്ലിനിക് ഓപ്പറേറ്റർ ജ്ഞാൻപ്രകാശ് മിശ്ര ശസ്ത്രക്രിയ നിർദ്ദേശിക്കുകയും ഇതിനെ തുടർന്ന് 25,000 രൂപ ചെലവ് വരുമെന്ന് അറിയിക്കുകയും ചെയ്തു. ശസ്ത്രക്രിയയ്ക്ക് മുൻപായി ഭർത്താവ് 20,000 രൂപ കെട്ടിയെന്നാണ് പോലീസ് പറയുന്നത്. മിശ്ര മദ്യലഹരിയിലായിരുന്നുവെന്നും യൂട്യൂബ് വീഡിയോ ട്യൂട്ടോറിയൽ കണ്ടതിന് ശേഷമാണ് ശസ്ത്രക്രിയ ആരംഭിച്ചത് എന്നും ഭർത്താവ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. മിശ്ര തന്റെ ഭാര്യയുടെ വയറ്റിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കുകയും നിരവധി ഞരമ്പുകൾ മുറിക്കുകയും ചെയ്തു. തുടർന്ന് ഡിസംബർ 6-ന് വൈകുന്നേരത്തോടുകൂടി യുവതി മരണത്തിന് കീഴടങ്ങിയെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ശസ്ത്രക്രിയ നടത്തുമ്പോൾ മിശ്രയുടെ മരുമകൻ വിവേക് കുമാർ മിശ്ര സഹായിയായി കൂടെയുണ്ടായിരുന്നു. വിവേക് കുമാർ മിശ്ര റായ്ബറേലിയിലെ ഒരു ആയുർവേദ ആശുപത്രിയിലെ ജീവനക്കാരനാണ് എന്നും ഈ സർക്കാർ ജോലിയുടെ മറവിൽ അനധികൃത ക്ലിനിക് വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്നതായും പോലീസ് പറയുന്നു. ഈ അനധികൃത ക്ലിനിക് ഇപ്പോൾ പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. ക്ലിനിക് ഓപ്പറേറ്റർമാർക്കും മരുമകനുമെതിരെ അശ്രദ്ധ കാരണം മരണത്തിനിടയാക്കിയതിനു പുറമെ SC/ST അതിക്രമങ്ങൾ തടയൽ നിയമം 1989 പ്രകാരമുള്ള വകുപ്പുകളും ചുമത്തി കേസെടുത്തിട്ടുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്ന് പോലീസ് അറിയിച്ചു. ഇതെല്ലാം കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഇത്രയും അപകടങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം അവരെ അറസ്റ്റ് ചെയ്യാൻ നിന്ന പോലീസിനോടാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം സീൽ ചെയ്യാൻ നിന്ന പോലീസിനോടാണ്. വർഷങ്ങളായി ഇത് അനധികൃതമായി പ്രവർത്തിക്കുകയായിരുന്നു എന്ന് അറിയാമെങ്കിലും അത് നോക്കി നിൽക്കുക മാത്രമാണ് പോലീസ് ചെയ്തത്. ഒരു ജീവൻ നഷ്ടപ്പെട്ടപ്പോഴാണ് ഇതിന് പിന്നിൽ നടപടികളുമായി പോലീസ് മുന്നോട്ട് വന്നിരിക്കുന്നത്.